ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസംബർ 2-ാം തീയതി നമ്മളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കോമൺ പേപ്പേഴ്സും അതുപോലെ മെയിൻ പേപ്പേഴ്സും എല്ലാവരും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. മെയിൻ പേപ്പേഴ്സ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് സ്കോർ കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ മെയിൻ പേപ്പേഴ്സിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇനി ഒട്ടും വൈകിക്കേണ്ട. ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണ് നമ്മളിവിടെ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതൊരു കോമൺ പേപ്പറാണ്. ആ ഒരു പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ പാറ്റേണും എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം സെക്കൻഡ് ഇയറിനെ സംബന്ധിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു കോമൺ പേപ്പറാണ്. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകാരും ഒരുപോലെ എടുത്ത് പഠിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറും കൂടിയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സബ്ജക്ട് കോഡ് ഇത് തന്നെയല്ലേ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ളത് എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ കൺഫേം ചെയ്യണം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് BPAG 174 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയല്ലേ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലും എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യണം. അതുപോലെ ഇതിന് ലെഫ്റ്റ് സൈഡിൽ എത്ര പേജസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ 6 പേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്രയും പേജസ് ഇല്ലേ എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇൻവിജിലേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അക്കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാച്ചിലർ ഓഫ് ആർട്സ് ജനറൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്, BAG. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കും, നിങ്ങൾ ജനറൽ അല്ല ഹോണേഴ്സ് ആണ്, എന്നിട്ടും ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് ഇങ്ങനെ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്, നിങ്ങളുടെ സബ്ജക്ട് കോഡ് സെയിം അല്ലേ, സബ്ജക്റ്റ് സെയിം അല്ലേ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഇതിന്റെ എക്സാം അവേഴ്സ് എന്ന് പറയുന്നത് 3 hours ആണ് എക്സാം എന്ന് പറയുന്നത്. അതുപോലെ മാക്സിമം മാർക്ക് 100 ആണ്. 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ച് നമുക്കൊരു ബുക്ക്ലെറ്റ് ആണ് ആൻസർ ഷീറ്റ് ആയിട്ട് കിട്ടുന്നത്. ഒരു 25 പേജസിന്റെ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും. ആ ബുക്ക്ലെറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ആൻസേഴ്സ് ആ ഒരു ബുക്ക്ലെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അഡീഷണൽ ആൻസർ ഷീറ്റ് ഒന്നും ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ച് വേണം ആൻസേഴ്സ് എഴുതുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും വായിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം എക്സാം എഴുതുക. കാരണം നോട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതി പോവാതെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെ വായിച്ചു നോക്കാം. Answer any 5 questions in about 400 words, each selecting at least 2 questions from each section. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പല സെഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എല്ലാവർക്കും അറിയാം. അപ്പം അതിൽ മിനിമം 2 എണ്ണമെങ്കിലും, അപ്പോൾ ക്ലിയർ ആയിട്ട് വായിക്കുക, ഒരു സെക്ഷനിന്ന് മിനിമം 2 എണ്ണമെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. കമ്പൽസറി ആണത്. ഈ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക്. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്കാണ്. പല സെക്ഷൻസ് ഉണ്ടായിരിക്കും. എല്ലാ സെക്ഷനിലും മിനിമം 2 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ടോട്ടൽ നമുക്ക് 100 മാർക്കാണ് എന്ന് അറിയാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ എത്ര മാർക്കാണെന്ന് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ആദ്യമേ തന്നെ നമുക്ക് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് ഇവിടെ നോക്കാം. ഇവിടെ സെഷൻ A കാണുന്നുണ്ട്. സെഷൻ Aയില് 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് സെഷൻ Aയിലും സെഷൻ Bയിലെ 5, 6, 7, 8 4 ക്വസ്റ്റ്യൻസ് സെഷൻ Bയിലും ആണ് കൊടുത്തിരിക്കുന്നത്.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിനനുസരിച്ച് 400 വേർഡ്സിലാണ് ഓരോ ക്വസ്റ്റിന്റെയും ആൻസർ എഴുതേണ്ടത്. മിനിമം ഒരു സെഷനിന് 2 ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്യണം. ഇപ്പൊ ടോട്ടല് നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യനും ഇവിടെ കൊടുത്തിരിക്കുന്നത് 20 മാർക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്കാണ് എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മിനിമം 20 ആണെങ്കിൽ നിങ്ങൾ എത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലാണ് മിനിമം 100 മാർക്കിലേക്ക് എത്തുന്നത്. അപ്പൊ മിനിമം നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സെഷൻ എന്നും സെഷൻ ബിന്നും മിനിമം 2 എണ്ണമെങ്കിലും ചൂസ് ചെയ്യണം. എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് ഏത് സെഷനിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്കസ് ദ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കുന്ന എല്ലാവർക്കും ഒരു മിനിമം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് 20 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ ഷീറ്റ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും അതുപോലെ ബോഡി പാർട്ടും ഒരു കൺക്ലൂഷൻ പാർട്ടും ഉണ്ടാവണം. അപ്പോൾ ഒരു എസ്സേ ടൈപ്പ് ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് മെയിൻ പോയിന്റ്സ് പോയിന്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. മെയിൻ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാനും മറക്കരുത്. ഇപ്പം ആൻസർ ഷീറ്റ് നോക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കുന്നതിനുപരി നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് നോളജ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വാല്യുവേറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, അതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ആൻസർ ക്ലിയർ ആയിട്ട് എഴുതാം. അപ്പോൾ 20 മാർക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 പേജസ് എങ്കിലും നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ അത്രയും ഉണ്ടെങ്കിലാണ് അത്യാവശ്യം നല്ലൊരു ആൻസർ ആയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒന്നുമല്ല, ഓരോ സെക്ഷനിലും മിനിമം 2 ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്യണം. ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നിങ്ങൾ 5 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ടോട്ടൽ മാർക്ക് 100 ആണ്. അതിനുള്ളത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾ എക്സ്ട്രാ ആൻസർ എഴുതി എന്ന് വിചാരിച്ച് ആരും നിങ്ങൾക്ക് കൂടുതൽ മാർക്കൊന്നും തരുന്നില്ല. അപ്പൊ നിങ്ങൾ സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും എത്ര ടൈം വേണം, എത്ര പേജസ് വേണം എന്ന് നിങ്ങൾക്ക് സ്വയമായിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ആൻസർ ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ല രീതിയിൽ ആൻസർ ഷീറ്റ് എല്ലാവരും പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ടോട്ടല് നമ്മൾ പറഞ്ഞു 8 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി പറയാണ്. ടോട്ടല് നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 8 ക്വസ്റ്റ്യനിലെ ഒരു സെഷനിലെ 4 ക്വസ്റ്റ്യൻ വെച്ചാണ് വരുന്നത്. അതിൽ മിനിമം 2 എണ്ണെങ്കിലും അറ്റൻഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു സെഷനിൽ അഡീഷണൽ ഒരു ക്വസ്റ്റ്യനും കൂടെ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആവുന്നത്. ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റൈറ്റ് ഷോർട്ട് നോട്ട് അബൌട്ട് 200 വേർഡ്സ് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 200 വേർഡ്സ് ആവുമ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത്, അതായത് എ സെഷൻ നിങ്ങൾ 200-ലും ബി സെഷൻ 200-ലും ആവണം. അപ്പോൾ ഓരോന്നിനും 10 മാർക്ക് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ അത് ഓരോ ക്വസ്റ്റ്യന്റെ മുകളിലും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല രീതിയിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ചുമ്മാ ഒരുപാട് ആൻസർ എഴുതുന്നതിനേക്കാളും, അതായത് 8 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കി എത്ര ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എപ്പോഴും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഈ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഇപ്രാവശ്യം എക്സാം വരിക എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിരുന്നാലും എന്തെങ്കിലും പാറ്റേൺ ഡിഫറൻസ് ഉണ്ടെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻവിജിലേറ്റേഴ്സിനോട് നിങ്ങൾ സഹായം ചോദിക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആൻസർ ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.